കൊടുവായൂരിൽ വായന പക്ഷാചരണത്തിന് സമാപനം. IV ദാസൻ അനുസ്മരണത്തോടെയായിരുന്നു സമാപന ചടങ്ങ്. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടിക്കാണ് സമാപനമായത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ശില്പി PN പണിക്കരുടെ ഓർമ്മദിനമായ ജൂൺ 19 ആരംഭിച്ച വായനാ പക്ഷാചരണം ജൂലൈ 7 വരെ വിവിധ പരിപാടികളോടെ നടന്നു. വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക, സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ കലാസാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കവികൾ, കഥാകൃത്തുകൾ, അഭിനേതാക്കൾ, സാഹിത്യ പ്രതിഭകൾ എന്നിവരുടെ അനുസ്മരണവും അനുബന്ധ പരിപാടികളും നടന്നു. ജൂലൈ 7 സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായിരുന്ന IV ദാസന്റെ അനുസ്മരണ ദിനാചരണത്തോടെയാണ് വായനാ പക്ഷാചരണ പരിപാടികൾക്ക് സമാപനമായത്. സമാപന ചടങ്ങ് കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V മുരുകദാസ് ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യവും ഗ്രന്ഥശാലകളുടെ സാമൂഹിക പ്രസക്തിയും സംബന്ധിച്ചും സമൂഹത്തിൽ വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവരുടെ വായനാ ദിനം ജൂൺ 19 PN പണിക്കരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു. അതിനോടൊപ്പം തുടർന്ന് നമ്മുടെ വായനാ ദിനത്തിന്റെ പക്ഷാചരണം ആരംഭിക്കും. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ IV ദാസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ 19 ദിവസം വായനാ ദിന പക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തിൽ വായന എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതിനെ കുറിച്ചുള്ള വിവിധ വിഷയങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വായനാ ദിനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വായനാ ദിനത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറ മനസ്സിലാക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾക്ക് ഓരോ പുസ്തകങ്ങളായിക്കോട്ടെ, ചെറിയ രീതിയിൽ നമ്മൾ കൈ കിട്ടുന്നത് എന്തും വായിക്കുക. ചെറുകഥകളായിക്കോട്ടെ, കഥാസമാഹാരങ്ങളായിക്കോട്ടെ, പ്രബന്ധങ്ങളായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുക. അതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവും അതുപോലെ തന്നെ വിവേകവും ഓരോ അനുഭവങ്ങളും നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കുന്നതിന് വേണ്ടി ആ ഓരോ പുസ്തകവും അത് രചയിച്ച ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള എല്ലാ അറിവുകളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത അധ്യക്ഷയായി. ആൻഡോ പീറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രേംദാസ്, നയനൻ നന്ദിയോട്, ഇന്ദിരാകുമാരി, പ്രേമാരാമൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സുരേഷ്, വാർഡ് മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സെക്രട്ടറി ശ്രീലേഖ സ്വാഗതം പറഞ്ഞു. ശ്രീകാന്ത് നന്ദി രേഖപ്പെടുത്തി. വായനാ പ്രതിജ്ഞയോടെയാണ് വായന പക്ഷാചരണ പരിപാടികൾ സമാപിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.